We are now approaching lunar sunrise, and for all the people back on Earth, the crew of Apollo 8 has a message that we would like to send to you. In the beginning, God created the heaven and the earth. And the earth was without form and void, and darkness was upon the face of the deep. And the Spirit of God moved upon the face of the waters. And God said, "Let there be light." And there was light. 1968 ഡിസംബറിൽ നാസ ആദ്യമായി മനുഷ്യനെ വഹിച്ചുള്ള ചാന്ദ്രദൗത്യം അപ്പോളോ 8 ആരംഭിച്ചു. ആർക്കും തന്നെ, എന്തിനേറെ അതിലെ ബഹിരാകാശ യാത്രികർക്ക് പോലും സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിയുമെന്ന് ഉറപ്പില്ലാതിരുന്നൊരു ദൗത്യം. നാസ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഒരു ബഹിരാകാശ യാത്ര. മനുഷ്യനെ ഭൂമിയിൽ നിന്നും മറ്റൊരു ലോകത്തിന്റെ അതിരുകളിലേക്ക് കൊണ്ടുപോയ ഒരു ശ്രദ്ധേയമായ യാത്ര, ചന്ദ്രനിലേക്കുള്ള യാത്ര. ക്രിസ്തുമസ് രാവിൽ പുലർച്ചെ 5:30 തൊട്ടു പിന്നാലെയാണ് ശ്രദ്ധേയമായ ആ സന്ദേശം ചന്ദ്രനിൽ നിന്നും വന്നത്. ചന്ദ്രന്റെ വിദൂരവശം കണ്ടതിനു ശേഷം ബഹിരാകാശ യാത്രികർ ആദ്യമായി എടുത്ത ഒരു ഫോട്ടോ എർത്ത്റൈസ് അഥവാ ഭൂമിയുദയം എന്ന് പിന്നീട് അറിയപ്പെട്ടു. 1968 ലോകമനുഭവിച്ച എല്ലാ പ്രക്ഷുബ്ധങ്ങൾക്കും ദുരന്തങ്ങൾക്കും രാഷ്ട്രീയ കോലാഹലങ്ങൾക്കുമിടയിൽ പ്രതീകാത്മകവും മായാത്തതുമായ ആ ചിത്രം നമ്മുടെ സ്വന്തം ഗ്രഹത്തിന്റെ സൗന്ദര്യവും പ്രൗഢിയും പകർത്തിയ ചിത്രം. തുടർന്ന് ലോകമെമ്പാടുമുള്ള 1 ബില്യണിലധികം ആളുകൾ ടെലിവിഷനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കെ ബഹിരാകാശ യാത്രികർ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രേക്ഷകർക്ക് ഒരു സന്ദേശം നൽകി. അത് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയുള്ള ഒരു സന്ദേശമായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ സൗന്ദര്യം കണ്ട് അമ്പരന്ന ബഹിരാകാശ യാത്രികരുടെ വികാരനിർഭരമായ ആദ്യ പ്രതികരണമായിരുന്നു. പരിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ വചനഭാഗമായിരുന്നു. രാഷ്ട്രം പ്രാർത്ഥനാപൂർവം ചന്ദ്രദൗത്യം വിജയിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രതികരണത്തിനായി കാത്തിരിക്കുമ്പോൾ ബഹിരാകാശ യാത്രികരായ ഫ്രാങ്ക് ബോർമാൻ, ജിം ലോവൽ, ബിൽ ആൻഡേഴ്സ് എന്നിവർ ചേർന്ന് പങ്കുവച്ച വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്നാരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്കുകൾ. ഒരു ദിവസത്തിനുള്ളിൽ 1968 ക്രിസ്മസ് രാവിന്റെ പുലർച്ചെ അപ്പോളോ 8 സംഘം മടക്കയാത്ര ആരംഭിച്ചു. 2,50,000 മൈലുകൾ സഞ്ചരിച്ച് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അവധിക്കാല യാത്രയായി ഇത് മാറി. മനുഷ്യന് ചന്ദ്രനിലെത്താൻ കഴിയുമെന്ന് അപ്പോളോ 8 ദൗത്യം തീർച്ചയായും തെളിയിച്ചു. എന്നാൽ അതിലും ഉപരിയായി നമ്മുടെ പ്രപഞ്ചം എത്ര വിശാലമാണെന്നും നമ്മുടെ ദൈവം എത്ര ശക്തനാണെന്നും ഈ ദൗത്യം തെളിയിക്കുകയും അത് കണ്ടവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള അപ്പോളോ 8 ചരിത്രപരമായ ദൗത്യത്തിന് 56 വർഷങ്ങൾക്ക് ശേഷവും ഈ സാക്ഷ്യം പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുന്നു. ചേർച്ച് ഡെസ്ക്, ഷിക്കേന ന്യൂസ്.